ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാനൊരു 10-25 ക്വസ്റ്റ്യൻസ് സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ബാക്കിയല്ല, ഈ ടോട്ടൽ PDF ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾ സ്വയം ഇരുന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതേ ടോപ്പിക്ക് തന്നെ ആയിരിക്കും എന്തില് ഈ വീക്കെൻഡിൽ എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ആൻസർ കിട്ടിയോ? ഇതിൽ ഡയഗണൈസബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെ? ലീനിയറിലാണ് അത് പഠിക്കുക. ഇതിന്റെ എന്തുകൊണ്ട് നമ്മള് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ കുറെ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്തതിനു ശേഷം കുറെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോഴും ചില ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു കണ്ടന്റ് ഒരു ടോപ്പിക്ക് മാത്രം വെച്ചിട്ടായിരിക്കില്ല എക്സാമിൽ ചോദിക്കുക. ഓപ്ഷൻസിലായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പല ടോപ്പിക്സ്, എസ്പെഷ്യലി നമ്മളെ ഗ്രൂപ്പിലെ എണ്ണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ, സബ് ഗ്രൂപ്പിന്റെ എണ്ണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ സൈലോ തിയറവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ സൈലോ തിയറം പഠിച്ചിട്ടില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തുക സൈലോ തിയറത്തിക്കാണ്. സൈലോ തിയറം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ. സോ ഡയഗ്നൈസബിലിറ്റി പഠിച്ചിട്ടില്ല. ബട്ട് എനിവേ ഇവിടെ എന്താ ഇത് ഗ്രൂപ്പാണ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പറയുന്നത്, നിങ്ങൾ ശരിക്ക് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പാണെന്ന് തെളിയിക്കാം. പക്ഷെ ഇവിടെ എല്ലാ ഓപ്ഷനിലും ഇതെന്താണ്, ഒന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ അഡീഷനിൽ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുന്നതിലുപരി ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക. സോ ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ജി ഫോംസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ. ഇവിടെ ഇത് അഡീഷനിൽ ഗ്രൂപ്പ് ആവുമോ? അഡീഷനിൽ ആദ്യം ഇത് ക്ലോസ്ഡ് ആവുമോ? കാരണം ഒരു എസിന് രണ്ട് പോസിബിലിറ്റി ഉള്ളത്. എ ഓപ്ഷനിലാണെങ്കിൽ എസിന് രണ്ട് പോസിബിലിറ്റി ആണ്. ഒന്ന് ഞാൻ -1 B1 എന്ന് പറഞ്ഞിട്ടുള്ളതും +1 B01 എന്ന് പറഞ്ഞിട്ടുള്ളതും എടുത്തെന്ന് വിചാരിക്കുക. ദെൻ ഇത് ആഡ് ചെയ്താൽ തന്നെ 02B02 എന്നാ വരിക. ഇത് തന്നെ നോട്ട് ബിലോങ്സ് ടു എന്താണ് ചെയ്യാണ്. അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ്, സോറി അഡീഷനിൽ ഇത് ക്ലോസ്ഡ് ആവില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും അല്ല. ഞാൻ അബില്യനാവും എന്നുള്ളതാണ്. മൾട്ടിപ്ലിക്കേഷനിൽ ഇത് ഗ്രൂപ്പ് ആകുമോ എന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷെ നമ്മളോട് ഇവിടെ ആദ്യം അബില്യനാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയെങ്കിൽ മാത്രമല്ല ആ ഓപ്ഷൻ ശരിയാവാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ഈ ലാസ്റ്റ് ഓപ്ഷനും കിടക്കുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. സോ ഇതില് അടുത്ത ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം, മൾട്ടിപ്ലിക്കേഷനിലെ അബില്യൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ പൊസിഷനിലും ഒരേ എലമെന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അബില്യൻ ചെക്ക് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഒരു കൗണ്ടർ എക്സാമ്പിൾ പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നില് -1 ഒന്നില് 1 എടുത്തിട്ടുള്ള എക്സാമ്പിൾ ചെയ്ത് നോക്കണം. അല്ലെ, നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഒന്ന് -1 0 1 ആണ് ഇവിടെ വരിക. ഇവിടെ ഞാൻ ഒരു 2 എടുത്തു. അടുത്തത് ഞാൻ എന്തെടുത്തു, ജസ്റ്റ് സം ഇന്റർനെറ്റ് പ്രോബ്ലം ഉണ്ട്, ജസ്റ്റ് സ്ക്രീൻ വിസിബിൾ ആണോ അതോ സ്ക്രീൻ പോയോ? സ്ക്രീൻ വിസിബിൾ അല്ലല്ലോ. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് രണ്ടെണ്ണം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അടുത്ത ഞാൻ 1 3 0 1 എന്ന് എടുക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള രണ്ടെണ്ണം എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ സ്ക്രീൻ ഓക്കെ അല്ലേ? സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ, ഇതിനെ ഞാൻ എക്സും ഇതിനെ വൈയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ദെൻ എന്താ പ്രശ്നം ഉണ്ടാവുക? ഫസ്റ്റത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? XY = -1 0 വരും. പിന്നെ എന്താ, -3 + 1 എന്ന് പറയുന്നത് 2. പിന്നെ ഇതായി 0 1 എന്ന് പറയുന്നത് 0, ഇവിടെ 1. ഓക്കെ, XY അതിലുണ്ട്. YX ചെയ്താൽ എന്ത് വരും? ആദ്യം 1 3 അറിയണത് -1 വരും. സോറി, 1 3 ഇൻറ്റു ഫസ്റ്റ്, അപ്പൊ -1 0 വരും. പിന്നെ
13 ഇൻറ്റു 2 + 3 5 അല്ലേ വരിക, 0 1 വരും. സോ ഇത് രണ്ടും ഒന്നാണോ? വൈ എക്സ് എക്സ് വൈ ഒന്നാണോ? അല്ലല്ലോ. വൈ എക്സും എക്സ് വൈയും രണ്ടും രണ്ടല്ലേ? വൈ എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ്. സോ ഇതെന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഈ ഓപ്ഷനും തെറ്റാണ്. ദെൻ എവരി ഡയഗ്നൈസബിൾ ആണോ? ഡയഗ്നൈസബിളിന്റെ ജസ്റ്റ് ഡെഫിനേഷൻ അറിയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് അറിയാത്ത സ്ഥിതിക്ക് ഞാനിപ്പോ ജസ്റ്റ് ഇത് ഡയഗ്നൈസബിൾ അല്ല എന്ന് കാണിക്കുന്നുള്ളൂ. ഇപ്പൊ -1 1 ഇവിടെ ഒരു നോൺ സീറോ എലമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബി എന്ന് പറയുന്നത് സം സെഡ് ആണ്, ബി ബിലോങ്സ് ടു സെഡ് എന്നുള്ളതാണ്. സോ വൺ നോൺ സീറോ എലമെന്റ് ഈ ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ജോർദാൻ ബ്ലോക്ക്. അതല്ല ഞാൻ 1 എടുത്തെന്ന് വിചാരിക്കാം, നമുക്ക് 1 വെച്ചിന് പോസിബിൾ ആണല്ലോ. സോ ഇൻ കേസ് ഇതെന്താണ് ഒരു ജോർദാൻ കനോണിക്കൽ ഫോമിലെ ഒരു ഒരു 2 ഓർഡർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ്. ഇത് എന്ന് പറയുന്നത് ഡയഗ്നൈസബിൾ അല്ലാത്ത ബ്ലോക്ക് ആണ്. ബൈ നിങ്ങൾക്ക് ജോർദാൻ കാനോണിക്കൽ ഫോം എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാൻ പറ്റുന്നതാണ്, ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നാൽ ഇത് ഡയഗ്നൈസബിൾ അല്ല. അപ്പൊ എന്തല്ല എല്ലാ മെട്രിക്സും എന്തല്ല, ഡയഗ്നൈസബിൾ അല്ല. സോ സി ഓപ്ഷനും തെറ്റാണ്. സോ ഇതിൽ നിന്ന് ഡി ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മൂന്ന് ഓപ്ഷൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് നിങ്ങളുടെ വോയിസ് കേൾക്കുന്നില്ല. നിങ്ങളുടെ വോയിസ് കേൾക്കുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്താ അങ്ങനെയല്ല, ഒരു ബ്ലറായിട്ട് സ്റ്റെക്ക് ആയിട്ടാ. സി ഒന്നുകൂടെ പറഞ്ഞു തരുന്നോ? സി ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവും തോന്നില്ല. സി പറഞ്ഞത് ഇങ്ങനെ ഒരു ബ്ലോക്ക് എടുത്താൽ ഇത് ബിലോങ്സ് ടു എവിടെ ഉള്ളതാണ്? നമ്മുടെ ജിയിലുള്ള ഇതാണ്. ദിസ് ഈസ് നോട്ട്, ഇതെന്താണ്? ദിസ് ഈസ് നോട്ട്. ഇതിനെ ഞാൻ ഏന്ന് എടുത്തു കഴിഞ്ഞാല് വേണ്ട, എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈസ് നോട്ട് ഡയഗണൈസബിൾ. ഈസ് നോട്ട് ഡയഗണൈസബിൾ. എന്തുകൊണ്ട് ഇത് ഡയഗണൈസബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു ഡയഗണൈസബിൾ അല്ലാത്ത ഒരു ജോർദാൻ ബ്ലോക്കിന്റെ ഉദാഹരണമാണ് ഈ സാധനം. ഈ ഒരു മെട്രിക്സ് പറയുന്നത് ജോർദാൻ ബ്ലോക്കിന്റെ ഡയഗണൈസബിൾ അല്ലാത്തൊരു ബ്ലോക്കിന്റെ ഒരു ഉദാഹരണമാണ്. അതായത് 2 ഓർഡർ 1 2 വട്ടം വരിക. ഈ ഒരു മെട്രിക്സിനെ നമുക്ക് ഡയഗണൈസബിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഡയഗണൈസബിൾ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതാണ് ഇപ്പൊ എന്റെ എക്സ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു പി എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരു ഡി എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ഡയഗണൽ മാത്രം എലമെന്റ് ഉള്ള മെട്രിക്സ് ആയിരിക്കും. ഒരു പി ഇൻവേഴ്സ് എഴുതാൻ പറ്റണം എക്സിന്. അപ്പൊ മാത്രമാണ് ഇത് ഡയഗണൈസബിൾ എന്ന് പറയാം. അങ്ങനെ ഇതിന് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അതിന്റെ റീസൺ ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് പറയുന്ന ഐഗൺ വാല്യൂസിന്റെ മൾട്ടിപ്ലിസിറ്റി 1ഉം ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി മൾട്ടിപ്ലിസിറ്റി 2ഉം ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1ഉം ആണ്. അതുകൊണ്ടാണ് ഇത് ഡയഗണൈസബിൾ അല്ലാത്തത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ലീനിയർ ആൾജിബ്ര ഡയഗണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെ വരാണ്ട്, അവിടെ എന്തായാലും ഇത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കും. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ഇതിൽ അധികം സമയം കളയുന്നതിൽ വലിയ കാര്യമില്ല. സോ ഡി ആണ് നിങ്ങൾക്ക് കറക്റ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഡി നിങ്ങൾ പ്രൂവ് ചെയ്യണമെന്നില്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രൂവ് ചെയ്യണമെന്നില്ല. ബട്ട് നൗ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്വന്തം, ഞാനിപ്പോ എന്തായാലും പ്രൂവ് ചെയ്തിട്ട് സമയം കളയുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇതെന്താ ജി അവിടെ പോയിക്കണം. ഓക്കെ, ജി എന്ന് പറയുന്നത് Z10 ക്രോസ് Z15 ആണ്. ദെൻ ഈ ജിയിലെ എലമെന്റ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ചെയ്ത് നോക്കൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. ഇതിൽ ചോദിച്ചിട്ടുള്ളത് ജി എന്ന് പറയുന്നത് Z10 ക്രോസ് Z15 ആണെങ്കിൽ ജിയിൽ 2 ഓർഡറിൽ എത്ര എലമെന്റ് ഉണ്ട്, 3 ഓർഡറിൽ എത്ര എലമെന്റ് ഉണ്ട്, 5 ഓർഡറിൽ എത്ര എലമെന്റ് ഉണ്ട്, 10 ഓർഡറിൽ എത്ര എലമെന്റ് ഉണ്ട്. അതാണ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആകെ 3 ആളുകൾ പോയിട്ട് ബാക്കിയുള്ളവർ എന്താ പറയുക? എങ്ങനെ ചെയ്യാൻ പറ്റുക? ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യാം. Z10 ക്രോസ് Z15 കാരണം ഇതിന്റെ മെത്തേഡ് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് LCM എടുക്കണം. സോ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ LCM 2 കിട്ടണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു ചാൻസ് ഉള്ളൂ. ഓർഡർ ഓഫ് A 2, ഓർഡർ ഓഫ് B 2 ഓർ 1.
ഈ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഓർഡർ ഓഫ് 1 മാത്രം എടുക്കാൻ പറ്റുള്ളൂ. കാരണം 15ൽ ഒരിക്കലും 2 ഓർഡറിൽ എലമെന്റ് ഇല്ല. ഓർഡർ ഓഫ് എ 2 ആയിട്ട് എടുക്കാനേ പറ്റുള്ളൂ. 1 ഓർഡർ എടുത്തിട്ട് കാര്യമില്ല. വേറെ പോസിബിലിറ്റി ശരിക്കും നമുക്ക് ഇങ്ങനെ 2 2 1 2 ഈ ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ 2 ഓർഡറുള്ള എലമെന്റ്സ് Z15 ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് പോസിബിലിറ്റി കൺസിഡർ ചെയ്യുന്നതിന് കാര്യമില്ല. അപ്പൊ ഇവിടെ ഫൈ ഓഫ് 2 elements, that means one element. Phi of 2 into one element, that means only one element. A correct ആണ്. ഓക്കെ, ബി ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ Z10 ക്രോസ് Z15 5 ഓർഡറിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. സോറി, ഓർഡർ 3 ഉള്ള എത്ര എലമെന്റ് എന്നുള്ള. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ? 1 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഓർഡർ ഓഫ് എ ഈക്വൽ ടു 1, ഓർഡർ ഓഫ് ബി എന്തായിരിക്കണം? 3 എടുക്കും വേണം. സോ 3 ഓർഡറിലെ 15 എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 2 എലമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഫൈവ് ഓഫ് ത്രീ ഇൻറ്റു 1 അതെന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ ഈ ഓപ്ഷൻ ശരിയല്ല. ഓക്കെ, ഇനി സി ഓപ്ഷൻ. സി ഓപ്ഷൻ ചെയ്യുമ്പോൾ Z10 ക്രോസ് Z15 ആരെ ചെക്ക് ചെയ്യേണ്ടത്? 5 ഓർഡറിലെ എലമെന്റ്സ് ഓഫ് ഓർഡർ 5 രണ്ട് കേസിന് വരും. 5 എങ്ങനെയൊക്കെ എടുക്കാം? 5ന് വേറെ എന്താ, 5 എന്ന് പറയുന്നത് പ്രൈം നമ്പർ. അതുകൊണ്ട് ജസ്റ്റ് പോസിബിലിറ്റി 5 1 1 5 5 5 ഇത് മാത്രമേ ഉള്ളൂ. അല്ല 5നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് 5ന്റെ ഡിവൈസേഴ്സിന്റെ LCM 5 ആവുന്ന രീതിയിൽ വന്നുകൂടെ? എ ഓപ്ഷനിൽ ഓർഡർ ഓഫ് എ 1 വരില്ല. ഇല്ല, ഓർഡർ 2 ആയിട്ടുള്ള എലമെന്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. എ സ്ക്വയർ ഈക്വൽ ടു ഇ ആവുന്ന എലമെന്റ്സ് അല്ല ചോദിച്ചത്. എ സ്ക്വയർ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ചോയ്സ് ഉണ്ട്. എ ഈക്വൽ ടു ഇ, അതേപോലെ ഓർഡർ ഓഫ് എ ഈക്വൽ ടു 2. ഈ രണ്ട് ചോയ്സ് ഉണ്ട്. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചത് ഓർഡർ ഓഫ് എ ഈക്വൽ ടു 2 എന്ന് മാത്രമേ ചോദിച്ചത്. ഓർഡർ 2 ആവുന്ന എലമെന്റ്സ് ഓർഡർ 2 ആവുന്ന. ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് തമ്മിലുള്ള മാറ്റം മനസ്സിലാക്കണം. എ സ്ക്വയർ ഈക്വൽ ടു ഇ എന്ന് പറയുമ്പോൾ രണ്ട് ചോയ്സ് ഉണ്ട്. രണ്ട് നല്ല ജനറലി ഒന്നിൽ കൂടുതൽ ചോയ്സ് ഉണ്ട് എന്ന് പറയാം. ഇപ്പം എ റൈസ് ടു 4 ഈക്വൽ ടു ഇ എന്ന് പറയുമ്പോൾ 4 ഓർഡർ ആവുന്നതും 2 ഓർഡർ ആവുന്നതും അതിന്റെ ഡിവൈസർ ആരൊക്കെ ഉണ്ടോ അതൊക്കെ അതിന്റെ ചോയ്സ് ആയിട്ട് വരും. പക്ഷെ ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഇവിടെ ഓർഡർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വേറെ ഒന്നും കൺസിഡർ ചെയ്യണ്ട. ഇപ്പൊ 5ന് വേറെ പ്രോപ്പർ ഡിവിസൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1ഉം 5ഉം മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ രണ്ടിലും 5 ഇതിലൊന്നും നമുക്ക് കളയാനില്ല. 5 ഓർഡർ ആയിട്ട് എക്സാക്ട്ലി 4 എലമെന്റ് ഉണ്ടാവും. ഇവിടെ 1 എലമെന്റ്, ഇതിലും 4 എലമെന്റ് ഉണ്ടാവും. ഇതിൽ 1 എലമെന്റ് 4 ഇൻറ്റു 4 ഇത് എത്ര വരും? 4 4 16, ടോട്ടൽ 24. ആൻസർ കറക്റ്റ് ആണ്. ഇനി അടുത്ത ഇതിൽ തന്നെ കൊള്ളിക്കാൻ പറ്റുമോ നോക്കണം. അത് വേണ്ട, അടുത്ത പേജ് എടുക്കാം. നിങ്ങൾക്ക് പിന്നെയും വായിക്കണ്ടല്ലോ. ഓക്കെ, ഡി ഓപ്ഷൻ എന്താ? ഞാൻ വല്ലാതെ വലുതാക്കിയതുണ്ടോ? പേജ് കൊള്ളാത്ത ഇതാണ്. Z15 അടുത്തത് ഏതായിരുന്നു ഓർഡർ? 10ന്റെ കേസിൽ എന്തൊക്കെ വരും? 10ഉം 1ഉം വരും, 1ഉം 10ഉം വരും, 1ഉം 10ഉം വരും. സോ ഈ 1ഉം 10ഉം പറ്റില്ല, കാരണം 15ൽ 10 ആണ് ഓപ്ഷൻ ഇല്ല. പിന്നെ 5ഉം 2ഉം വരും, 2ഉം 5ഉം വരും. അതിൽ ഈ ഓപ്ഷനും പറ്റില്ല, കാരണം എന്താ? 15ൽ രണ്ട് ഓപ്ഷൻ ഇല്ല. പിന്നെ വേറെ എന്താ പറ്റുക? 10 10 ആണ് ഓപ്ഷൻ, അതും പറ്റില്ല. പിന്നെ ഏത് ഓപ്ഷനാ പറ്റുക? 1ഉം 10ഉം 10ഉം കഴിഞ്ഞു, 5ഉം 2ഉം 10ഉം 10ഉം കഴിയുക, 1ഉം 10ഉം കഴിയുക, പിന്നെ 5ഉം 2 വരെ. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പം 10 2 വെച്ചിട്ട് 5 of 10 എന്ന് പറയുന്ന എത്ര? 10ന് എത്ര ജനറേറ്റേഴ്സ് വരും? 5 ഇൻറ്റു 2 5 of 10 എന്ന് പറയുന്നത് 5 എന്താണ്? 4/5 × 1/2 × 10. ഇത് 10 വെച്ചാൽ 4 അല്ലേ? 5 of 10 4. അപ്പൊ 5 of 10 ഇൻറ്റു 1 ദാറ്റ് ഈസ് 4 ഇൻറ്റു 1. അത് അറിയണ 4. പിന്നെ 5 of 2 ഇൻറ്റു 5 of 4. 1 ഇൻറ്റു സോറി 5 of 5. 1 ഇൻറ്റു 5 ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. വേറെ ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെങ്കിൽ. രണ്ടും 15. ഓർഡർ 10 അല്ലേ ഒന്ന്? 10 കിട്ടാൻ 10 10 2 5 5 2 10 5 ഒക്കെ പറ്റൂലേ? ഇത് മാത്രമല്ലല്ലോ പോസിബിലിറ്റി. 10 5ഉം പറ്റൂലേ? 10 5 5 10 ഈ പോസിബിലിറ്റിയും പറ്റൂലേ? പോസിബിലിറ്റി വിട്ടുപോകരുത്. LCM 10 ആയ പോരെ? 5 10 ആകുമ്പോൾ എത്ര ഉണ്ട്? 4 ഇൻറ്റു 4, ഇവിടെ 4 ഇൻറ്റു 4. സോ ഇതും 16, ഇതും 16,
ഇത് 4. നമ്മൾ തെറ്റ് പറയുന്നത് പറഞ്ഞിരുന്നില്ല. 5 × 10, സോറി ഇവിടെ എങ്ങനെ 10 വരുന്നു? 5 × 10 ഇതില്ല, ഓപ്ഷൻ ഇല്ല. അപ്പൊ 16, ടോട്ടൽ 24. ക്ലിയർ ആണോ പറഞ്ഞ്? ഇത് വിടാതെ മതി. ഇവിടെ 5 × 10 വരാത്ത Z15-ല് 10 ഓർഡറുള്ള സബ് ഗ്രൂപ്പ്, 10 ഓർഡറുള്ള എലിമെന്റ് വരില്ലല്ലോ. OB 10 വരില്ലല്ലോ. അത് കറക്റ്റ് ആണ്, 10 വരില്ല. അങ്ങനെ തെറ്റാന്നാ മതി. ഓക്കെ, സോ കറക്റ്റ് ആണ്. 24 ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുന്നില്ലേ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്യൂ. ഇന്നലൊക്കെ 20ന്റെ മുകളിൽ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇന്നും ഇത്ര കുറഞ്ഞ പ്രോബ്ലം ആർക്കും ചെയ്യുന്നത് ഇഷ്ടമല്ല. പ്രോബ്ലം ചെയ്യാതെ എത്ര തിയറി കേട്ടിട്ട് ഒരു കാര്യമില്ല. പ്രോബ്ലം അല്ലേ നമ്മളോട് എക്സാം ചോദിക്കുള്ളൂ. തിയറി അറിവില്ലെന്നില്ല, തിയറി അറിഞ്ഞാലും ഇല്ലെങ്കിലും പ്രോബ്ലം ചെയ്യാനാണ്. ബാക്കിയുള്ളവരും പോയി ചെയ്യുന്നു. നിനക്കൊരു ഐഡിയ കിട്ടാൻ നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇല്ല എന്നുള്ളത്. ആകെ വളരെ കുറച്ച് പകുതി ആൾക്കാർ പോലും ഫോളോ ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? കഴിയില്ല. അപ്പൊ നമ്മൾ ഓരോന്നെടുത്ത് കൗണ്ടർ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കുക. കൗണ്ടർ കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല, അപ്പൊ അടുത്തേക്ക് പോകുക. അങ്ങനെ ഒന്നിന് മാത്രം കൗണ്ടർ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ല ഇനി ഒന്നിൽ കൂടുതലാണെങ്കിൽ അപ്പൊ ആദ്യം നമ്മൾ കണ്ടെത്തുന്ന ഓർഡർ ഓഫ് ABM ആവുമോ? ഇപ്പൊ ഞാനൊരു എന്താ ഇപ്പൊ ഞാൻ എന്താ ഒരു ഇതിന്റെ ഇപ്പൊ ആൻസർ എനിക്കറിയാം. എന്താ അതല്ലാതെ ഇപ്പൊ ആൻസർ അറിയാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു ഗ്രൂപ്പ് എടുക്കുക. ഇവിടെ അബിലിയൻ ഗ്രൂപ്പാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഞാൻ K4 എടുത്തു എന്ന് വിചാരിക്കുക. ജസ്റ്റ് K4 എടുത്തു എന്ന് വിചാരിക്കുക. K4 എടുത്ത് ഒരു ഗ്രൂപ്പ് അബിലിയൻ, അപ്പൊ സൈക്ലിക് അല്ലാത്തൊരു ഗ്രൂപ്പ് എടുക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം. വേണമെങ്കിൽ നിങ്ങൾക്ക് സൈക്ലിക് എടുത്തിട്ടും ഏതെങ്കിലും ഓപ്ഷൻ പോകുക എന്നൊക്കെ നോക്കാം. ഇപ്പൊ സൈക്ലിക്കിൽ തന്നെ എന്താ 2 2 ഓർഡറിലെ എലമെന്റ്സ് എടുക്കുക. 2 ഓർഡറിലെ എലമെന്റ്സ് എടുക്കുക. ദെൻ അപ്പൊ ഓർഡർ ഓഫ് AB എന്ന് പറയുന്നത് MN ആവില്ല, 4 ആവില്ലല്ലോ. അതിന്റെ രണ്ടിന്റെയും മൾട്ടിപ്ലൈ ചെയ്താൽ അഗൈൻ എന്ത് കിട്ടും നോക്കാം. അപ്പൊ ഞാൻ K4 എടുത്തു. അതിൽ ഞാൻ K4 എന്ന് പറയുന്നത് ഈ ABC എന്നാണല്ലോ. സോ അതില് ഞാൻ എന്റെ A ആയിട്ട് A എടുത്തു, B ആയിട്ട് B എടുത്തു എന്ന് തന്നെ വിചാരിക്കാം. ഈ ക്വസ്റ്റ്യനിലെ A തന്നെ, അല്ലെങ്കിൽ B അങ്ങനെ എടുത്തു. അങ്ങനെയെങ്കിൽ ഓർഡർ ഓഫ് A എന്ന് പറയുന്നത് എന്താ? ഓർഡർ ഓഫ് A എന്ന് പറയുന്നത് 2 ആണ്. ഓർഡർ ഓഫ് B എന്ന് പറയുന്നത് 2 ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ നോക്കാൻ പറ്റും, ഏതൊക്കെ ഒഴിവാക്കാൻ പറ്റും? ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് എന്തായാലും ഒഴിവാക്കാം. LCM ഓഫ് 2, 2 2 തന്നെയാണ്, അതുകൊണ്ട് പറയാൻ പറ്റൂല. പിന്നെ LCM ഉള്ള ഒരു എലിമെന്റ് ഉണ്ടോ? LCM 2 ഓർഡറിലെ എലിമെന്റ് അവിടെ ഉണ്ട്, സോ അത് ഒഴിവാക്കാൻ പറ്റൂല. ഓർഡർ ഓഫ് AB എന്ന് പറയുന്നത് AB ഓർഡർ, AB എന്ന് പറയുന്നത് C ആണ്. സിയുടെ ഓർഡറും 2 ആണ്. ഓർഡർ ഓഫ് AB AB ഈക്വൽ ടു C എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് തന്നെ ബാക്കി ഓപ്ഷൻസ് ഒന്നും പറ്റില്ല. പിന്നെ എന്താ പിന്നെ ഒന്നും കൂടെ ഐഡിയ, ഇപ്പൊ ഞാൻ ഓർഡർ ഓഫ് എയും A എടുത്തു, ബിയും അടുത്ത കേസ് എടുക്കുക, ബിയും A എടുത്തു എന്ന് വിചാരിക്കുക. എയും A എടുത്തു, ബിയും E എടുത്തു. അപ്പോൾ എന്താ ഓർഡർ ഓഫ് എയും ഓർഡർ ഓഫ് ബിയും എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ആൻഡ് ഓർഡർ ഓഫ് AB ഈക്വൽ ടു E എന്ന് പറയുന്നത് എന്താ? 1 ആണ്. സോ ഇതിന്ന് ഓർഡർ ഓഫ് AB LCM ആണോ? അല്ല. ഓർഡർ ഓഫ് AB GCD ആണോ? അല്ല. ബാക്കി ഓപ്ഷൻസ് പോയി. ഇനി ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. വേറെ എക്സിസ്റ്റ് എലമെന്റ് വിത്ത് GCD. അത് അത് കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞത്. വേറെ എക്സിസ്റ്റ് എലമെന്റ് ഓഫ് G whose order is LCM of M and N.
ഇത് ഒരു കാര്യത്തിൽ ഇത് അബിലിയൻ ഗ്രൂപ്പിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. നോൺ അബിലിയൻ ഗ്രൂപ്പിൽ ഇത് ശരിയാവാത്തതിന് ഒരു കൗണ്ടർ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരു നോൺ അബിലിയൻ ഗ്രൂപ്പ്, അവിടെ ഓർഡർ ഓഫ് എയും ഓർഡർ ഓഫ് ബിയും ഉണ്ട്, പക്ഷെ എന്താ എൽ സി എം ഓർഡർ ആയിട്ട് വരുന്ന ഒരു എലമെന്റ് ഇല്ല. നിങ്ങൾ ആലോചിച്ചിട്ട് ഇവിടെ ഫൈനൈറ്റ് അബിലിയൻ എന്തിനാ തന്നത്? ഒരു വട്ടം കൂടെ പറയാമോ? ഇതിന്റെ ആൻസർ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ഇപ്പൊ K4 എടുത്തു, K4 ഞാൻ രണ്ട് എലമെന്റ് എടുത്തു, എയും ബിയും എടുക്കണം. ഒന്നിന് ഞാൻ എ ആയിട്ടും K4ത്തെ എ ആയിട്ടും എടുത്തത്. നമ്മളിവിടെ എ ബി എന്ന് പറഞ്ഞു, ഞാൻ എക്സും വൈ എടുത്ത കൺഫ്യൂഷൻ മാറാൻ ചാൻസ് ഉണ്ട്. എക്സ് വൈ, അപ്പൊ ഓർഡർ ഓഫ് എക്സ് ഓർഡർ ഓഫ് വൈ എന്തെടുത്താൽ മതി? അപ്പൊ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ ഈക്വൽ ടു സി ആ വരിക, കാരണം എക്സ് വൈ ഈക്വൽ ടു എ ബി ഈക്വൽ ടു സി ആണ്. അതിന്റെ ഓർഡർ 2 ആണ് വന്നത്. സോ അതിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ കളയാൻ പറ്റുള്ളൂ, കാരണം എമ്മിന് 2/2 × 2 4 അല്ല ഓർഡർ. പക്ഷേ ഞാൻ എക്സ് ഈക്വൽ ടു എ വൈ ഈക്വൽ ടു എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എക്സും ഓർഡർ ഓഫ് വൈയും 2 ആണ് കിട്ടിയത്. പക്ഷെ ഓർഡർ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1 ആണ്, കാരണം എക്സ് വൈ A² ഈക്വൽ ടു ഇ ആണ് എവിടെ? K4. K4 എല്ലാം സെൽഫ് ഇൻവേഴ്സ് എലമെന്റ്സ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ബാക്കി ഓപ്ഷൻസ് ഒക്കെ തെറ്റി. ജി സി ഡി അല്ല, എൽ സി എം അല്ല, എം എൻ, കാരണം 2ന്റെ ജി സി ഡി 2 ആണ്, 2യുടെ എൽ സി എം 2 ആയിരുന്നു, എം എൻ 4 ആയിരുന്നു 2ന്റെ. പക്ഷെ ഇതൊന്നും അല്ല വന്ന്, ജസ്റ്റ് 1 ആണ് വന്ന്. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരൊറ്റ എക്സാമ്പിൾ, ഈ രണ്ടാമത് പറഞ്ഞ ഒരേ ഒരു എക്സാമ്പിൾ വെച്ചാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസും കളയാൻ പറ്റും, നാലാമത്തെ ഓപ്ഷൻ. ബട്ട് ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഇത് ശരിയായത് ദർ ഈസ് ആൻ എലമെന്റ് ജി ഹൂസ് ഓർഡർ ഈസ് എൽസിയം. അതായത് ഒരു എന്റെ ഒരു ഓർഡർ കിട്ടി, ബിയുടെ ഓർഡർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എൽസിയം ആവുന്ന ഒരു എലമെന്റ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത് അത് അബിലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്, ഫൈനൈറ്റ് അബിലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. ഒരു നോൺ അബിലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോ അതിന് നിങ്ങൾക്ക് ഒരു കൗണ്ടർ എക്സാമ്പിൾ, ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സാം പറയാൻ പറ്റും. അതായത് ഒരു നോൺ അബിലിയൻ ഗ്രൂപ്പ് കണ്ടെത്തണം, ആ ഗ്രൂപ്പിൽ ഓർഡർ ഓഫ് എയും ഉണ്ട് ഓർഡർ ഓഫ് ബിയും നമ്മൾ കണ്ടെത്തണം. പക്ഷെ ഓർഡർ ഓഫ് എ ബി, അതായത് എൽ സി എം ഓർഡർ ഓഫ് എ അല്ല, മീൻസ് എൽ സി എം ഓഫ് ഓർഡർ ഓഫ് എ ഓർഡർ ഓഫ് ബി എന്ന് വരുന്ന രീതിയിൽ എന്തുണ്ടാവാൻ പാടില്ല? ഒരു എലമെന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെ കൗണ്ടർ നമ്മൾ ചിന്തിക്കണം. അപ്പൊ കൗണ്ടർ ഞാൻ പറഞ്ഞുതരാം. കൗണ്ടർ ഞാൻ B3 എടുക്കുക, അല്ലെങ്കിൽ S3 എടുത്തെന്ന് വിചാരിക്കുക. S3 എടുത്തെന്ന് വിചാരിക്കുക. S3 കണ്ടെയ്ൻസ്, S3 6 എലമെന്റ് ഉള്ളത്. S3 എന്തുണ്ടാവും? 3 ഓർഡറിലെ എലമെന്റ് ഉണ്ട്. എ ഈക്വൽ ടു 1 2 3 എടുക്കുക, ഇതിന്റെ ഓർഡർ 3 ആണ്. ബി ഈക്വൽ ടു 2 3 എടുക്കുക, ഇതിന്റെ ഓർഡർ 2 ആണ്. സോ ഓർഡർ ഓഫ് എ ഈക്വൽ ടു 3, ഓർഡർ ഓഫ് ബി ഈക്വൽ ടു 2. ബട്ട് there is no element with order 6. മനസ്സിലായോ? ഓർഡർ 6 ഉള്ള എലമെന്റ് S3 ഉണ്ടോ? S3 ഉണ്ടെങ്കിൽ S3 സൈക്ലിക് ആയില്ലേ? അതിലില്ല. അപ്പൊ അത് ഫൈനൈറ്റ് അബിലിയനിൽ മാത്രമേ ഈ റിസൾട്ട് ശരിയാവുള്ളൂ. സോ ഇങ്ങനെയാണ് നമുക്ക് എല്ലാ റിസൾട്ടും നമ്മൾ അറിഞ്ഞിട്ടല്ല പറയണത്. ബാക്കി ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്, കൗണ്ടർ ചെയ്ത് ക്യാൻസൽ ചെയ്യുക, അതാണ് എളുപ്പമാർഗം. പ്രൂവ് ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് പ്രൂഫ് ഒന്നും കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ പ്രൂഫ് തന്നെ ആലോചിച്ചാൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. there exists a element of G whose order is the LCM in my n. ഇതന്നെ നമ്മൾ എങ്ങനെ ആലോചിക്കണം? അങ്ങനെ ഇല്ലെങ്കിൽ അത് ആ ബില്യൺ എന്നുള്ളതിനെ, അല്ലെങ്കിൽ ഫൈനൈറ്റ് ആ ബില്യൺ എന്നുള്ളതിനെ കോൺട്രാഡിക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആലോചിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, കാരണം HK എന്താന്നുള്ളത് കിട്ടണം. HK എപ്പോഴാണ് ഡിഫൈൻഡ് ആയത്, ആ കാര്യങ്ങൾ ആ റിസൾട്ട് വെച്ചിട്ട് അത് ചെയ്യുന്നത്. അപ്പൊ ഇത് പറ്റില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് ചെയ്ത് ക്ലിയർ അല്ലേ പറഞ്ഞത്? മുന്നത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വേഗം ചെയ്യാൻ പറ്റും. എത്ര ഉണ്ടാവും? 5 ഓഫ് 36. 36 എത്ര? 2² × 3² × 1/2 × 2/3. ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 × 3 12. ബി ആൻസർ.
ഓക്കെ. ഞാൻ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. S7 എത്ര എലമെന്റ് ഓർഡർ 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ XML ഇതിൽ ഏതൊക്കെ നമുക്കറിയാം CD ആണ് ഓർഡർ തീരുമാനിക്കുന്നത്, സൈക്കിൾ ഡീകമ്പോസിഷൻ. സോ ആറ് ഓർഡർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കണം. എന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഫോളോ ചെയ്യണം. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കുന്നില്ലേ. ആരാ എന്താ ബോൾ ചെയ്തെന്ന് ഇവിടെ കാണിക്കില്ല, ജസ്റ്റ് നമ്പർ മാത്രമേ കാണിക്കുള്ളൂ എത്ര ആള് ബോൾ ചെയ്തു. മിക്ക ആൾക്കും കിട്ടിയിരുന്നു പോകും. ബാക്കിയുള്ള ആൾക്കാരും ഫോളോ ചെയ്യാൻ നോക്കട്ടെ എങ്ങനെയുണ്ട്. അതുകൊണ്ട് ആ കുറച്ച് ആൾക്കാരുള്ളവരെ ഫോളോ ചെയ്തിട്ട് ന്യൂസ് കഴിഞ്ഞാൽ റെഡി ആയിട്ട് വരണം. ഒന്ന് ഇത് പല രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, S7 S6 കണ്ടെയ്ൻഡ് ആണോ? അത്രയൊന്നും ഹാർഡായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബട്ട് എന്നാലും S6 S7 കണ്ടെയ്ൻഡ് അല്ലേ? S6 ഈസ് കണ്ടെയ്ൻഡ് ഇൻ S7 അല്ലേ? അതുകൊണ്ട് തന്നെ S6 ൽ 6ഉം 5ഉം 4ഉം 2ഉം 3ഉം ഒക്കെ ഉണ്ടാവും. അതായത് S6 ൽ S4 S5 കണ്ടെയ്ൻഡ് ആണ്, S5 ൽ S4. അപ്പൊ 7 തന്നു കഴിഞ്ഞാൽ പിന്നെ 7ന്റെ താഴത്തുള്ള ഓർഡറിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, അതെന്തായാലും അതിലുണ്ടാവും. ഇല്ലെങ്കിലും നമുക്ക് പറയാം, ജസ്റ്റ് എന്തെടുത്താൽ മതി, സൈക്കിൾ ഡീകമ്പോസിഷൻ 2 3. അപ്പൊ 5 എലമെന്റ് ആയി 2 1 1 സ്ക്വയർ. ഈ സൈക്കിൾ ഡീകമ്പോസിഷൻ എടുത്താൽ മതി, അതിന്റെ ഓർഡർ 6 ആയിരിക്കും. 7 എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 7 സൈക്കിൾ മാത്രമുള്ള സൈക്കിൾ ഡീകമ്പോസിഷൻ എടുത്താൽ മതി. 8 എടുക്കാൻ പറ്റുമോ? ഇല്ല. 10 എടുക്കാൻ 5ഉം 2ഉം എടുത്താൽ മതി. 8 എടുക്കണം എന്നുണ്ടെങ്കിൽ 8നെ നമുക്ക് ഇങ്ങനെ 4ഉം 2ഉം അങ്ങനെ എന്തെങ്കിലും ആക്കി 8 ആവോ? ഇല്ലല്ലോ. 8 എടുക്കണമെങ്കിൽ 8ന്റെ സൈക്കിൾ തന്നെ വേണം. അല്ലാതെ 8 എടുക്കാൻ നമുക്ക് കഴിയുമോ? മിനിമം 8ന്റെ സൈക്കിളെങ്കിലും വേണം. അതല്ല രണ്ടെണ്ണത്തിന്റെ ഇതേപോലെ LCM എടുത്തിട്ട് 8 ആക്കാൻ പറ്റുമോ? ഇവിടെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഓർഡർ ഒരു LCM of 5 2 ആണ്, അത് 10 ആണ്. ഇതിന്റെ LCM of 7 7 ആണ്. ഇതിന്റെ LCM of 2 3 1 ആ വരിക, അതെന്ന് പറയുന്നത് 6 ആണ്. സോ ഇതെല്ലാം പോസിബിൾ ആണ്. അപ്പൊ പോസിബിൾ അല്ലാത്ത 8 മാത്രമാണ്. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുന്നത്. അത് ഗ്രൂപ്പിനെ പറ്റിയിട്ട് S7 പറ്റിയിട്ടും അതിന്റെ S7 പറ്റി പറഞ്ഞത് ഇൻ ജനറൽ SN പറ്റിയിട്ടും S6ന്റെ സൈക്കിൾ ഡീകമ്പോസിഷൻ ഒക്കെ നമ്മൾ എഴുതിയതല്ലേ. എന്നിട്ടും എന്താ ഇതിൽ ഏറ്റവും അത്ഭുതം എന്താ പറയാ, 9 ആള് കോൾ ചെയ്തു, ഇതിൽ 7 ആള് കിട്ടിയില്ല എന്നാ പറഞ്ഞത്. ഇത് ചിന്തിക്കാൻ 2 മിനിറ്റ് വേണോ? ഒന്നും കൂടി നിങ്ങൾ ഇതൊന്നും കൂടി ക്ലാസ്സുകളൊക്കെ ഒന്നും കൂടി കേൾക്കുക. ജസ്റ്റ് അപ്പൊ ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ കുറെ കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതാവില്ല. ജസ്റ്റ് പിന്നീട് നിങ്ങളൊന്ന് ഫാസ്റ്റ് കേട്ടാലും മതി. അതിന്റെ റെക്കോർഡിങ് വരുമ്പോൾ ഫാസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക, നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടി ചെയ്യണം. അല്ലാത്ത പക്ഷം കുറെ തിയറീസാ പറയുന്നത്, ഒന്നും കുറെ കാലം ഓർമ്മയിൽ നിൽക്കില്ല. നിങ്ങൾ നിങ്ങളുടേതാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവസാനം വെച്ച് പറയേണ്ടി വരും ഒക്ടാറ്റ് ആൽജിബ്ര കുറെ പഠിക്കാണ്ട് ടഫാണ്, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല. പക്ഷെ ഏറ്റവും സുഖം അതേപോലെ ഇതൊന്നും മനസ്സിൽ തന്നെ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്താൽ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വെറുതെ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ച എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ആയിട്ട് നെറ്റിന്റെ ഗേറ്റിന്റെ NBHM-ന്റേതോ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് PG കഴിഞ്ഞിട്ട് എഴുതുന്ന ഏതെങ്കിലും ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഇതും കൂടി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും നേരെ ആൻസർ പറയാൻ പറ്റും മുന്നത്തെ ക്വസ്റ്റ്യൻ ഒക്കെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്ക്. ഇതിൽ ഏതാണ് ഫാൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
അടുത്തത് സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. S5 is a symmetric group അത് തന്നിട്ടുണ്ട്. 5 symbols ഉള്ളത് നിങ്ങൾക്ക് അറിയാം. ഏതാണ് ഫാൾസ് ആയിട്ടുള്ളത്? S5 contains cyclic subgroup of order 6. 6 ഓർഡറുള്ള cyclic subgroup contain ചെയ്യുമോ? S5 contains non-abelian subgroup of order 8. S5 does not contain any subgroup of order Z2 plus Z2. S5 does not contain any subgroup of order 7. Okay, S5 contains cyclic subgroup order 6. അതല്ല ആ സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. അതാരും ശരിയാന്ന് പറഞ്ഞിട്ടില്ല. സോറി, അത് ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതപ്പോ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ല. അതെന്തുകൊണ്ടാണ്? S5 2ഉം 3ഉം സൈക്ലിക് ഡീകമ്പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ 6 ആയിരിക്കും. S5 കണ്ടെയ്ൻസ് എ നോൺ അബിലിയൻ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 8. ഒരു നോൺ അബിലിയൻ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 8 എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ പഠിച്ച വെച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഏതാ? D4 ആണ്. ഈ D4 എവിടെ കണ്ടെയ്ൻഡ് ആണ്? S4ൽ കണ്ടെയ്ൻഡ് ആണ്. S4 എവിടെ കണ്ടെയ്ൻഡ് ആണ്? S5ൽ കണ്ടെയ്ൻഡ് ആണ്. അല്ലേ? 4 ഓർഡറുള്ള ബൈജക്റ്റീവ് ഫംഗ്ഷൻസും എന്താ ഇതിൽ കണ്ടെയ്ൻഡ് അല്ലേ? എന്തുകൊണ്ട് D4 S4ൽ കണ്ടെയ്ൻഡ് ആവുന്നത്? D4 നമ്മളെല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലേ? ജസ്റ്റ് ഒരു സ്ക്വയർ എടുത്തു, ആ സ്ക്വയറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും എഗെയിൻ കിട്ടുന്ന നമുക്ക് ബൈജക്റ്റീവ് ഫംഗ്ഷൻ തന്നെയാണ് അല്ലേ? ആദ്യം 1നെ 90 ഡിഗ്രി ആകുമ്പോൾ 1നെ 3ലോട്ട് മാപ്പ് ചെയ്യും, അല്ലെങ്കിൽ 1നെ 2ലോട്ട് മാപ്പ് ചെയ്യും, 2നെ 3ലോട്ട് മാപ്പ് ചെയ്യും, 3നെ 4ലോട്ട് മാപ്പ് ചെയ്യും, 4നെ 1ലോട്ട് മാപ്പ് ചെയ്യും. അങ്ങനെ റൊട്ടേഷൻ. അതല്ല ആക്ച്വലി നമ്മൾ 90 ഡിഗ്രി കറക്കുമ്പോൾ സംഭവിക്കുന്നത്. 1 പൊസിഷനിലേക്ക് 2 വരും, 2 ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് 3 വരും. അതായത് 2നെ 3ലോട്ട് മാപ്പ് ചെയ്ത് അങ്ങനെ തന്നെ ഫ്ലിപ്പ് ചെയ്യുമ്പോഴും എവിടെയും ബൈജക്റ്റീവ് പോകുന്നില്ലല്ലോ. അപ്പൊ S4 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ S4 എന്ന് പറയുന്നത് 4 എലമെന്റ്സ് ഉള്ള എല്ലാ ബൈജക്ഷനും കൂടി വന്നത്. അപ്പൊ അതിന്റെ സബ് ഗ്രൂപ്പാണ് ആര് വരിക? D4 വരിക. ഓക്കെ, സോ എന്താണ് S4 കണ്ടെയ്നർ? അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ തെറ്റാണ്. പിന്നെ S5 ഡസ് നോട്ട് കണ്ടെയ്ൻ 7. 7 കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ എന്താ വരിക? 7നെ വേറെ LCM എടുത്താലൊന്നും 7 കിട്ടൂല. 7 ഓർഡറുള്ള സൈക്കിൾ തന്നെ വേണം. കാരണം 7 പ്രൈം ആണ്. അതിനെ വേറെ ബ്രേക്ക് ചെയ്ത് LCMന്റെ കാര്യങ്ങളോ. അപ്പൊ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോറി സോറി, ഇതും തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നോട്ട് കണ്ടെയ്ൻസ് സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 7. പിന്നെ S5 ഡു നോട്ട് കണ്ടെയ്ൻ സബ് ഗ്രൂപ്പ് ഐസോമോർഫിക് ടു Z2 ക്രോസ് Z2. Z2 ക്രോസ് Z2 വരാ K4. K4 എവിടെ കണ്ടെയ്ൻഡ് ആണ്? K4 D2 കണ്ടെയ്ൻഡ് ആണ്. K4 കണ്ടെയ്ൻഡ് ഇൻ S4 എന്ന് ഡയറക്ട്ലി പറയാം, അല്ലെങ്കിൽ D4 എന്ന് പറയാം. D4 കണ്ടെയ്ൻഡ് ഇൻ S4 എന്ന് പറയാം. S4 കണ്ടെയ്ൻഡ് ഇൻ S5 അങ്ങനെയും പറയാം. എങ്ങനെ പറയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇതിൽ കണ്ടെയ്ൻഡ്. അപ്പൊ ഇതിന്റെ ആൻസർ C ആണ്. ഡസ് നോട്ട് കണ്ടെയ്ൻ അല്ല, കണ്ടെയ്ൻ ആണ് അല്ലേ? K4 D4ലും D4 S4ലും S4. അല്ലെങ്കിലും K4 ഉണ്ടാക്കാൻ വലിയ പണിയുണ്ടോ? രണ്ട് 2 ഓർഡറുള്ള എലമെന്റ്സ് എടുത്ത് ജനറേറ്റ് ചെയ്യുന്ന E A E B എന്ന് പറഞ്ഞ രണ്ട് 2 ഓർഡറുള്ള എലമെന്റ്സ് കണ്ടെത്തുക. S5ലാണ് 2 ഓർഡറുള്ള എലമെന്റ് കണ്ടെത്താൻ പണി. 1 2 1 5 കൊടുത്തോളി. ഇതൊരു 2 ഓർഡറുള്ള എലമെന്റാ, ഇത് അനദർ 2 ഓർഡറുള്ള എലമെന്റാ. ഇത് രണ്ടും കൂടി ജനറേറ്റ് ചെയ്ത ഗ്രൂപ്പ് E12 ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ E15 രണ്ടാമത്തെ ഗ്രൂപ്പ്. ഈ രണ്ട് ഗ്രൂപ്പ് ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ അത് Z2 ക്രോസ് Z2 ആയില്ലേ? ഇത് Z2 ആണ്. ഇത് 2 ഓർഡറുള്ള ഗ്രൂപ്പ് ഒക്കെ Z2 ആയി സമർപ്പിക്കാം. അപ്പൊ Z2 ക്രോസ് Z2 ആയില്ലേ? ഇത് Z2 ക്രോസ് Z2 ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടോന്നല്ലേ ചോദിച്ചത്. ഓക്കെ, സോ പല രീതിയിൽ ചിന്തിക്കാം. ഇങ്ങനെയൊന്നും ഗ്രൂപ്പിന്റെ സ്ട്രക്ചേഴ്സ് അറിഞ്ഞിട്ടില്ലെങ്കിലും പറയാം. ഒക്കെ ക്ലിയർ ആണോ? ഒന്നും കൂടി നന്നായിട്ട് പഠിക്കണം കേട്ടോ. പോരാ, ഇപ്പൊ തന്നെ ഇങ്ങനെ ആയ കുറച്ച് കഴിയുമ്പോ എങ്ങനെയായിരിക്കും? ഇപ്പൊ വേറെ ഒന്നും എനിക്ക് എടുക്കുന്നില്ല. ഏത് സബ്ജക്ട് മാത്രമേ എടുക്കുന്നുള്ളൂ? ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യാൻ എന്താ നിങ്ങൾക്ക് ആക്ച്വൽ പ്രയാസം എന്താ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ നമ്മൾ S5ന്റെ SNന്റെ ഇൻ ജനറൽ SNന്റെ ഒക്കെ സ്ട്രക്ചർ പഠിച്ചതല്ലേ? സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞിട്ടും എന്താണ് ബുദ്ധിമുട്ട്? ഉം.
എന്താണ് ആക്ച്വലി നിങ്ങളെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞാൽ സ്ട്രക്ചർ മനസ്സിലായാലും ഗ്രൂപ്പിന്റെ ഡീകമ്പോസിഷൻ ഓർഡർ അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലായാലും അതൊന്നും ന്യൂ ആയിട്ടില്ലല്ലോ ഇപ്പൊ still എന്താണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Each of the following symbols can be order of the permutation of 11 symbols such that sigma does not fix any symbol. കാരണം ഫിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്തിരുന്നില്ലേ? അങ്ങനെങ്കിൽ ഒന്നും ഫിക്സ് ചെയ്യാത്ത രീതിയിൽ ഈ ഓർഡർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആദ്യത്തെ 18 ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു 11 എലമെന്റ്സിൽ ഒന്നും ഫിക്സ് ചെയ്യാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ നിങ്ങളെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് പറയൂ. 18 ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നും ഫിക്സ് ചെയ്യാത്ത രീതിയിൽ ഉണ്ടെങ്കിൽ ഏതാണ് ആ സൈക്കിൾ ഡീകമ്പോസിഷൻ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റില്ല? അല്ലെങ്കിൽ ഇപ്പം പറയുന്നത് 9 സൈക്കിൾ ഡീകമ്പോസ് എടുത്താൽ 18 പറ്റും. കറക്റ്റ് അല്ല? അവിടെ വേറെ 11 ആയി, ഇനി വേറെ ഒന്നുമില്ല. ഓക്കെ, സോ ദിസ് ഇസ് ഓപ്ഷൻ ഇസ് ട്രൂ. 30ന്റെ കേസോ? 30ന്റെ കേസോ? 30 പറ്റുമോ? 15 പറ്റുമോ? ഏതായാലും 30 പറ്റുമോ? 5ഉം 6ഉം 30 LCM എടുത്താൽ 30 കിട്ടും. 5ആണ്. 15ന്റെ കേസിലോ? ഒന്ന് 5ഉം 6ഉം എടുക്കാം, അല്ലെങ്കിൽ 5, 2, 3 എടുത്ത് എത്ര വരും? 5, 5, 11 വരും. അപ്പൊ ഒന്ന് ഫിക്സ് ആവും. അപ്പൊ അത് പറ്റില്ല അല്ലെ? ഇത് 30 വരും, അപ്പൊ ഒന്ന് പറ്റില്ല. ഓക്കെ, ഇത് മാത്രമേ പറ്റുള്ളൂ. 15ന്റെ കേസാണെങ്കിലോ? 15ന്റെ കേസാണെങ്കിൽ 3, 5, 8. 8ഉം 3ഉം 3ഉം എടുത്തൂടെ? 8ഉം 3ഉം 11. 8ഉം 3ഉം 11 മതി. അപ്പൊ 3 സ്ക്വയർ 5 എടുത്താൽ മതി. പറ്റൂലേ? LCM ഓഫ് 3, 3, 5 അതെന്ന് പറയുന്നത് 3 ഇൻറ്റു 5 തന്നെ 15. 28 എങ്ങനെ പറ്റും? 7, 4 എടുത്താൽ പോരെ? 7, 4, 11. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എല്ലാ ഓപ്ഷനും കറക്റ്റാ. ക്ലിയർ ആവുന്നുണ്ടോ? ഉം. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലേ? കാരണം ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ ഇത് ചോദിച്ചിട്ടും. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായി. 1 ഫിക്സ് ചെയ്ത് പറഞ്ഞപ്പോ ഇവിടുത്തെ കേസിൽ നോക്കുക. കാരണം 5, 3, 2 എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ LCM 3, 2, 5ഉം 3ഉം 15ഉം 2ഉം 30 വന്ന്. പക്ഷെ ഇതെത്ര ആയുള്ളൂ? 5ഉം 3ഉം 8. 8ഉം 2ഉം 10 ആയുള്ളൂ. ഒരു സിമ്പലും കൂടി വേണം. ആ ഒന്ന് ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 ഫിക്സ് ചെയ്തില്ലേ? ഒരു സൈക്കിൾ മാത്രം വന്നില്ലേ? ഒരു സൈക്കിൾ വരുന്നതിനാണ് ഒന്ന് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈക്കിൾ പറ്റൂല. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സൈക്കിൾ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാത്ത രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കണം. ഫിക്സ് ചെയ്യാത്ത രീതിയിൽ എഴുതാൻ പറ്റുമോ? 5ഉം 6ഉം എടുത്താൽ മതി. അതായത് ബേസിക്കലി ഇതെങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്? ഇപ്പൊ 30 ചോദിച്ചു കഴിഞ്ഞാൽ 30ന്റെ പോസിബിൾ ആയിട്ടുള്ള എന്താ പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് 30നെ എഴുതാൻ പറ്റുമോ നോക്കുക. അതിൽ ഏതിന്റെങ്കിലും സമ്മ് 11 കിട്ടുമോ നോക്കുക. അതല്ലേ ഇപ്പൊ ചെയ്യണ്ടേ? അല്ലേ? ഇപ്പൊ 28ന്റെ അതേപോലെ തന്നെ 7, 4 എടുക്കുക. വേറെ ഏതാ പറ്റുക? 28ന് വേറെ ഇതേപോലെ നമ്മള്
പ്രൊജക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ 14 രണ്ടും എടുക്കുക. പക്ഷെ 14 രണ്ടും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് അത് ഈ 11 സമ്മ് കിട്ടില്ല. അങ്ങനെ അങ്ങനെ നോക്കുക തന്നെ. എന്നിട്ട് നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ. Let n denote the number of those permutations sigma 1, 1, 2, 3 such that sigma is a product of exactly two discrete cycles. അത് നിങ്ങൾ HW ആക്കിയിരിക്കുള്ളൂ. ടു ഡിസ്റ്റോണ്ട് സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇതാണ്. ഇപ്പൊ ടു സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആവുന്ന രീതിയിൽ എത്ര സൈക്കിൾ ഡീകമ്പോസ് ഉണ്ട് നോക്കുക. ദെൻ അതിന്റെ എല്ലാം സമ്മ നോക്കുക. അതിന്റെ എണ്ണത്തിന്റെ സമ്മ നോക്കുക. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് നോക്കി നോക്കൂ. ഈ ക്വസ്റ്റ്യൻ D4 നമ്മൾ പഠിച്ചല്ലോ. D4ന്റെ ജനറേറ്റേഴ്സ് എന്തായിരുന്നു? D4 എങ്ങനെയാണ് ഗ്രൂപ്പ്? ഒരു ആൽഫ നോട്ട് ഉണ്ടായിരുന്നു, ആൽഫ 1 ഉണ്ടായിരുന്നു, ആൽഫ 2 ഉണ്ടായിരുന്നു, ആൽഫ 3 ഉണ്ടായിരുന്നു. ബേസിക്കലി ആൽഫ ജനറേറ്റ് ചെയ്ത് ഇതെന്ന് പറയുന്ന ആൽഫ റേറ്റ് 4 ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബീറ്റ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ആരൊക്കെ? ആൽഫ ബീറ്റ അറിയുന്ന ആൽഫ നോട്ട് ബീറ്റ തന്നെ. ആൽഫ 1 ബീറ്റ, ആൽഫ 2 ബീറ്റ, ആൽഫ 3 ബീറ്റ. ഇത്രയും എലമെന്റ് അല്ലേ ഈ 8 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടായിരുന്നു. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7, 8, 8 എലമെന്റ്. ഇത്ര എലമെന്റ് അല്ല ഉണ്ടായിരുന്നു. ഇതിപ്പോ ജനറേറ്റ് ചെയ്യാൻ എത്ര എലമെന്റ് എനിക്ക് വേണ്ടി വന്നു? ഒരു ആൽഫയും ഒരു ബീറ്റയും മാത്രം പോരെ ഇത് ജനറേറ്റ് ചെയ്യാൻ? So എത്ര എലമെന്റ് വേണം ജനറേറ്റ് ചെയ്യാൻ? എത്ര വേണം ഒന്ന് പറയാം. എത്ര എലമെന്റ് വേണം ജനറേറ്റ് ചെയ്യാൻ? 2 എലമെന്റ് മതി. പിന്നെ ആൻസർ എന്താണ്? 2 എലമെന്റ് മതി. അതായത് ഒരു സിമ്മെട്രി ഒരു റൊട്ടേഷണലും. ആ റൊട്ടേഷണലിന്റെ സൈക്ലിക് ആയിട്ട് വരും. ആ സിമ്മെട്രി അത്രയും റൊട്ടേഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ബാക്കിയൊക്കെ. Then ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കും. ദ വാല്യൂ ഓഫ് ആൽഫ വിച്ച് ഇതൊരു മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് മോഡുല 56, 56 ആവുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പാണ്. ദെൻ എന്തായിരിക്കും ആൽഫയുടെ വാല്യൂ? ആൽഫയോ എന്താ വെച്ചാൽ ഡിനോട്ട് ചെയ്തതിന്റെ വാല്യൂ എന്തായിരിക്കണം? ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ മോഡുല 56 ഗ്രൂപ്പ് ആവുന്നുണ്ട്. ഇതൊന്ന് ഇത് മൾട്ടിപ്ലിക്കേഷന്റെ കോഴ്സ്ഡ് ആണോ നോക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം. അതല്ലെങ്കിൽ ഇവിടെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് പാറ്റേൺ? ഇത് ജി എന്ന് പറയുന്ന 3 ജനറേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ വേണ്ടത് ആരൊക്കെ? 3 വരണം. ഓഫ്കോഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ട് 1 വരണം, 3 വരണം, 3 സ്ക്വയർ വരണം, 3 ക്യൂബ് വരണം, 3 റേസ്റ്റ് 4 വരണം. 1, 2, 3, 4, 5, 6 എലമെന്റ് ഉണ്ട്. ഇത് 3 റേസ്റ്റ് നോട്ട് 1, 2, 3, 4, അപ്പൊ 6 എലമെന്റ് ആയില്ലേ? ഇത്ര എലമെന്റ് ഇതിലുണ്ടോ നോക്കാം. 3 നോട്ട് എന്ന് പറയുന്നത് 1, 3, 9, 27, 81. 81 ഇൻറ്റു 3 എത്ര വരിക? 243. എത്രയാണ് വരിക? 243. സോ അതിൽ 81 പറയുന്നത് എന്താ? 27 വരെ അതിലുണ്ട്. 56 കഴിഞ്ഞ് കഴിഞ്ഞാൽ 81ക്ക് അതിന് 25 അല്ലേ? ഇത് 25 വരും. 25 ഇല്ല. ബാക്കി ഇത് 19 വരേണ്ടി വരും. അപ്പോഴല്ലേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇത് 19 വരും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ 25 ആൻസറിൽ ഇല്ല. അപ്പൊ 25ആണ്. ഇത് ജസ്റ്റ് നമ്മൾ ഒരു ഐഡിയ വെച്ച് കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഓക്കെ. ദിസ് ക്വസ്റ്റ്യൻ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. Z24 additive group modular 24 ആണ്. ഓക്കെ, then the number of elements of order 8 in the group Z24. എട്ട് ഓർഡറിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? ഈസി ആയിട്ട് വരാൻ പറ്റില്ലേ? ഉം. 5 of 8 is equal to 2 cube into 1 by 2, that is 4. അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് എന്താ നമ്മൾ പഠിച്ചിട്ടില്ല. യു ഓഫ് എൻ ബി ദ സെറ്റ് ഓഫ് ആൾ പോസിറ്റീവ് ലെസ് ദാൻ ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. യു ഓഫ് എൻ എന്താണ് ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ദെൻ യു ഓഫ് എൻ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എൻ ഫോർ എൻ ഈക്വൽ ടു 2 4 8 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യു ഓഫ് എൻ. ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ഇനി എന്താന്ന് കണ്ടെത്തിയാൽ മതി, ആ എണ്ണം കണ്ടെത്തിയാൽ മതി. കണ്ടെത്തൂ. കണ്ടെത്തിയിട്ട് വേഗം അടുത്ത ബോർഡിൽ ചെയ്യും. യു എഫ് എൻ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പം ഇതിലെന്തേ കാണാനുള്ളൂ? 5 of 248, അത് എത്രയാണ് വരിക? 120 അല്ലേ വരിക? ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ 120 തോന്നുന്നു. Then up to with a group of all symmetries of a square, then the number of conjugacy classes of G. ഓക്കെ, ഇവിടെ ജി എന്താന്ന് മനസ്സിലായോ? ജി എന്താ? ജി എന്താ? അതിനെന്തൊക്കെ ഡൗട്ട്? ജി എന്താ? ജി നിങ്ങൾ D4 ആ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. D4 ആണോ S4 ആണോ വരിക? അല്ല, ബാക്കിയുള്ളത് എന്താ? രണ്ടാള് പറഞ്ഞു D4, ബാക്കി വേറെ S4 എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? D4 തന്നെയാണ്. സിമ്മട്രിക്സിന്റെ ഗ്രൂപ്പ് വെച്ചാൽ അത് D4 തന്നെയാണ്. S4 എന്ന് ചിന്തിക്കരുത്. സിമ്മട്രിക്കൽ ഗ്രൂപ്പ്, സിമ്മട്രീസിന്റെ ഗ്രൂപ്പ്, ഗ്രൂപ്പ് ഓഫ് സിമ്മട്രീസ് എന്ന് പറഞ്ഞിട്ട് SN, അത് അങ്ങനെ വിചാരിക്കരുത്. ഡി D4 എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ സിമ്മട്രീസ് എന്ന് പറയുമ്പോൾ അവിടെ ഏതേ വരുള്ളൂ? D4 വരുള്ളൂ. പക്ഷെ കോൺജുഗസി ക്ലാസ്സസ് ഓഫ് D4 നമ്മൾ കോൺജുഗസി ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടില്ല D4ന്റെ. സോ അത് പഠിക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് പറയാൻ പറ്റും. D4ന്റെ ഒരു ക്ലാസ് ഇക്വേഷൻ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ക്ലാസ് ഇക്വേഷനിൽ എത്ര എലമെന്റ് ഉണ്ട് നോക്കിയാൽ മതി. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ തൽക്കാലം ലീവ് ചെയ്യാം. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ കോൺജുഗസി ക്ലാസ് ഓഫ് 3 സൈക്കിൾ ഇൻ ദ സിമെട്രിക് ഗ്രൂപ്പ്. ഇതെങ്ങനെ കണ്ടെത്താൻ പറ്റും?
പിന്നെ എണ്ണം പറയും. ഞങ്ങൾ എൻ്റെ തന്നെ ഒരു എനർജി കുറച്ച് ഞാൻ നിങ്ങൾ കുറച്ചും കൂടി ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. ഓ, അത് നിങ്ങൾക്ക് സമയം പോരാഞ്ഞിട്ടാണോ? പ്രശ്നം എന്താണ്? ഇങ്ങനെ തരുന്ന സമയം പോരാ, അപ്പൊ വളരെ കുറച്ച് സമയം തരുന്നുള്ളൂ, കുറച്ചും കൂടി സമയം വേണം. കോൺസ്പിറസി ക്ലാസ് എങ്ങനെ ഒരേ സൈക്കിൾ ഡീകമ്പോസിഷൻ ഉള്ളതൊക്കെ കോൺഫിഗറേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സൈക്കിളുള്ള എത്ര സൈക്കിൾ എൻ എവർ ഫിക്സ്ഡ് ആണ്. അപ്പൊ എങ്ങനെ വരും? ഒരു ബാക്കി 1³ വരും. ഇതാണ് സി ഡി ഓഫ് സിഗ്മ. ദെൻ ഇത് എത്ര എണ്ണം വരും? ടോട്ടൽ 6 ഫാക്ടോറിയൽ. 6 × 5 × 4 × 3 × 2 × 1. ഇത് നിന്ന് 3 × 3 ഫാക്ടോറിയൽ, ദാറ്റ് മീൻസ് 6. അപ്പൊ 6ഉം 3ഉം വെട്ടിപ്പോയി, ബാക്കി 20ഉം 2ഉം 40. 40 ആൻസർ. ഓക്കെ. ഇത് പറയാൻ എന്ത് ഇത്ര താമസം ഉണ്ടാ? ഇത്ര. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് HW ആയിട്ട് തരും, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. എന്താണ് ഈ ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള ഓർഡർ? ഓക്കെ. ഓക്കെ, ഈ ഗ്രൂപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പ് പോലെ തോന്നുന്നു? ഇതേപോലുള്ള ഏതെങ്കിലും ഗ്രൂപ്പ് നമ്മൾ കണ്ടിക്കണോ? ഈ ഗ്രൂപ്പ് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എത്ര നമ്പറോ സെൻറ്ററോ എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇത് D4 ഗ്രൂപ്പ് അല്ലേ? D4 അല്ല നമ്മൾ പറഞ്ഞത്. ഒരു Y ഉണ്ടാവും, ഒരു X ഉണ്ടാവും. ആ എക്സിന്റെ ഓർഡർ എത്രയായിരിക്കും റൊട്ടേഷൻ? അപ്പൊ ഇതെന്താ വരിക? D4. കാരണം എന്താ? എക്സിന്റെ ഓർഡർ. വൈയുടെ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. XY എന്ന് പറയുന്നത് എന്തായിരിക്കും? YX3 ആയിരിക്കും വരിക, ഇൻവേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ. സോ അതാണ്. അപ്പൊ ഇവിടെ സെന്ററിൽ എത്ര എലമെന്റ് വരും? അതാണ് D4ന്റെ സെന്ററിൽ എത്ര എലമെന്റ് വരും? D4ന്റെ സെന്ററിൽ എത്ര വരും? DNന്റെ സെന്റർ ഓഫ് ഇന്നലെ ലാസ്റ്റ് പറഞ്ഞ കാര്യം അതല്ലേ? സെന്ററിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? അത് ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നു? 2 എലമെന്റ് ഉണ്ടാവില്ലേ? ഓക്കെ. 2 എലമെന്റ്. D4 ആണ് ഈ ഗ്രൂപ്പ് മനസ്സിലായി കഴിഞ്ഞാൽ, അപ്പൊ സോ നമ്മൾ D4നെ എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് നമ്മൾ D4നെ ജനറേറ്റ് ചെയ്യുക. ഒരു XY ജനറേറ്റ് ചെയ്ത ഗ്രൂപ്പ് സച്ച് ദാറ്റ് എക്സിന്റെ ഓർഡർ ഓഫ് X 4, Yന്റെ ഓർഡർ എന്ന് പറയുന്നത് 2, സച്ച് ദാറ്റ് ഇത് തമ്മിലുള്ള എക്സും വൈയും തമ്മിലുള്ള ഒരു റിലേഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഇങ്ങനെ X, Y ജനറേറ്റ് ചെയ്തത് എന്ത്? XY = YX ഇൻവേഴ്സ്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആയിരിക്കും. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഇവിടെ എന്നും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി? DN നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ. XY ജനറേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. അതായത് XY, ഇത് രണ്ടും Y എടുക്കുന്നു, ബാക്കി അത് തമ്മിൽ മൾട്ടിപ്ലൈ. Xഉം Yയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്. അതായത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ, ബന്ധം നമ്മൾ കൃത്യമായിട്ട് ഓർഡർ ആണെങ്കിൽ ഇതാണ് DN ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോകാൻ പാടില്ല. ഇതാരാ? ഈ ഗ്രൂപ്പ് ആരാ? ഇതിന്റെ ആൻസർ എന്താ വരിക? Then G is isomorphic to XY, X⁵, Y² YX. X² YX. ഇതെന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് DN ഉം D4 നല്ല ഓപ്ഷനിൽ അതില്ല. എന്തായിരിക്കും ഗ്രൂപ്പ്? X² Y = YX എന്ന് തന്നിട്ടുണ്ട്.
അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്ത് നോക്കട്ടെ ഈ ക്വസ്റ്റ്യനും വേറൊരു HW തന്നിട്ടില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടെത്താന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, എനിവേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ നേരെ പറഞ്ഞു തന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞുതരാം. അതിന്റെ ആൻസർ Z2 ആണ്. തിങ്ക് ചെയ്ത് നോക്കൂ എങ്ങനെ Z2 വരും എന്നുള്ളത് തിങ്ക് ചെയ്ത് നോക്കൂ. ഇനി അത് പ്രൂവ് ചെയ്താൽ മതിയല്ലോ ഇപ്പൊ ആൻസർ എന്താണെന്ന്. ഈ ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. പെർമുട്ടേഷൻ then the total number of elements are commutated with. ഓക്കെ, പക്ഷെ കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങളോട് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഇനിയും നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും അത് വെച്ചിട്ടുള്ള റിലേഷൻസും ഒക്കെ പഠിക്കും. ആ സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഇക്വേഷന്റെ ആവശ്യമുള്ളൂ. ടോട്ടൽ നമ്പർ ബൈ ഇതിന്റെ കോൺജുഗസി ക്ലാസ്സിൽ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്ന എലമെന്റ്സിന്റെ എണ്ണം കിട്ടും. അതാണ് ഇക്വേഷൻ. വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞത് ഇവിടെ ഇതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ S9ന്റെ കാർഡിനാലിറ്റി നോക്കുക. ദെൻ ഈ ടോയുടെ ക്ലാസ് ഓഫ് ടോ നോക്കുക. ഈ ടോയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, ക്ലാസ് ഓഫ് ടോ. അതിന്റെ കാർഡിനാലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെന്റ്സിന്റെ എണ്ണാണ് ഈ പറഞ്ഞ എന്ത് കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്ന എലമെന്റ്സ്. ഓക്കെ, ഈ ക്ലാസ്സിലെ എലമെന്റ്സ് കമ്മ്യൂട്ടേറ്റ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ അത് വേറെ എലമെന്റ്സ് ജനറേറ്റ് ആയി വന്നത്. അപ്പൊ അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഈ റിക്വയർഡ് നമ്പർ. ഓക്കെ, എനിവേ ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. In the permutation group, the number of elements of order 8. ഇതെന്താ വരിക? ഇതിന്റെ ആൻസർ വേഗം പറയൂ. കാണുമ്പോൾ ഷടപ്പെട്ടാന്ന് പറയാൻ പറ്റണം. ഇനി നമ്മൾ പറഞ്ഞതല്ലേ 8 ഓർഡറുള്ളത് വരണമെന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ പറ്റുള്ളൂ? 8 ഏതിന്റെങ്കിലും എണ്ണത്തിന്റെ LCM ആയിട്ട് 8 വരുമോ? വരൂല. 8 വരണമെന്നുണ്ടെങ്കിൽ അത് 8ന്റെ സൈക്കിളായിട്ട് വരണം. അതല്ലെങ്കിൽ 8 ഓർഡറുള്ള ഒരു എലമെന്റ് കോമ സം എന്തായിരിക്കണം? 8ന്റെ ഡിവൈഡർ ഉള്ളതിന്റെ LCM വരണം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര എണ്ണം വരും? 6 എലമെന്റ്സ് വെച്ചിട്ട് 8 ഓർഡറുള്ള ഒരു സൈക്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ആൻസർ എന്ത് വരും? 0. ആൻസർ 0. ഓക്കെ, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് എഴുതിയിട്ടുണ്ട്. ബട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് വരുന്നതിനൊപ്പം ഈ PDF വരും. ഓക്കെ, ആക്ച്വലി എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നിങ്ങൾ ആൻസർ തന്നു. നമ്മൾ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല. ബട്ട് ആക്ച്വലി എന്താണ് പ്രശ്നം? ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് HW തന്നിട്ടുണ്ടായിരുന്നത്? PDF ഇല്ല. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു HW? ഓക്കെ, ഇനി അതും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ HW എന്താണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. എനിക്ക് ആക്ച്വലി ഓർമ്മല്ല. ഞാൻ അടുത്ത ദിവസത്തെ PDF ഒക്കെ എടുത്ത് വെക്കാം. എന്താണ് ആക്ച്വൽ നിങ്ങളുടെ പ്രശ്നം? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നില്ലെങ്കിൽ പറയാം, എന്തെങ്കിലും ക്ലാസ്സിൽ മാറ്റം വരുത്തണം. ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? എന്താണ് പിന്നുള്ള പ്രശ്നം? എന്താ? ടൈം കൂടുതൽ എടുക്കുന്നു സോൾവ് ചെയ്യാൻ. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ സമയം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? സമയം കുറച്ചും കൂടി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ
അതായത് മീൻസ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് ശരിയായ വേയിലാണോ? ആ ഞാൻ ഈ PDF ഫുള്ള് ചെയ്തതും ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. ബാക്കി നിങ്ങൾ ചെയ്യുക, സമയമുള്ളത്ര നമ്മൾ ചെയ്യുന്നു മാത്രം. കണ്ടന്റ് ഓർത്തെടുത്ത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നു. പക്ഷെ അത് നിങ്ങൾ പഠിക്കണം. കണ്ടന്റ്സ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം. കൺസെപ്റ്റ് മിസ്സാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർക്കുള്ളൂ. നമ്മൾ വീണ്ടും വീണ്ടും നമുക്കത് തറവായിരിക്കണം. നമ്മളോട് അതിലൊരു ഡൗട്ട്സേ പാടില്ല. അതായത് ഇപ്പൊ നമ്മൾ ഡെഫിനേഷൻ ചോദിച്ച പോലെ ആയിരിക്കാം. ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് കേസിലും ഞാൻ ഡെഫിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മിക്കവാറും നിങ്ങൾക്ക് എഴുതി തന്ന ഡെഫിനേഷൻ തന്നെ ഒരു ബുക്കൊന്നും കോപ്പി പേസ്റ്റ് ചെയ്ത ഡെഫിനേഷൻസ് അല്ല. ജസ്റ്റ് അതുവരെ പറഞ്ഞ കാര്യം വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഡെഫിനേഷൻസ് നമ്മളോട്ട് എഴുതാണ്. സോ അതെങ്ങനെ എഴുതുന്ന വെച്ചാൽ നമ്മൾക്ക് അത്രയും വ്യക്തമായ ക്ലാരിറ്റി വേണം, ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ വേണം, എന്തൊക്കെ അതിൽ വേണ്ട, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ കൊടുക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഓരോ പോയിന്റ്സും എന്ത് ചെയ്യണം, അത് എന്തുകൊണ്ടാ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശരിയാവാത്തത് എന്നുള്ളതിന്റെ കൃത്യമായ ധാരണ നിങ്ങൾക്ക് വേണം. അതിന് നിങ്ങൾ വീണ്ടും വീണ്ടും ക്ലാസ് കേട്ടിട്ട് ചെയ്യുന്നേ വേണം. ഒരു വട്ടം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരും, നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷെ അത് നിങ്ങളെ കൺസെപ്റ്റായി മാറുന്നില്ല. നിങ്ങളെ കൺസെപ്റ്റായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സെയിം അതേപോലെ ഈ ഒരു പോയിന്റ് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോഴാണ് അത് നിങ്ങളുടെ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും അധികം സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തില്ല. ഒക്കെ വളരെ എളുപ്പം, ഈസിയിൽ, മിനിമൽ എന്താ പെൻ യൂസേജ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമ്മൾ ഇപ്പൊ എടുത്ത ടോപ്പിക്സ് അത്ര ചെറിയ ടോപ്പിക്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ നോർമൽ സബ് ഗ്രൂപ്പ്സോ അതായത് ക്ലാസിഫിക്കേഷൻസോ അങ്ങനത്തെ ഇതിക്കൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഗ്രൂപ്പ്, സം സ്പെസിഫിക് ആയിട്ടുള്ള K4 D4 SN അങ്ങനത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഇത്ര മാത്രമേ നമ്മൾ എന്തെടുത്തിട്ടുള്ളൂ, ക്ലാസ് എടുത്തിട്ടുള്ളൂ. സോ അങ്ങനെ വരണം. അതായത് നമ്മൾക്ക് ആ ഒരു കൺസെപ്റ്റ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മളോട് ചോദിച്ചാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു രീതിക്ക് എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ത് പറയാൻ പറ്റുക, എന്ത് പറയാൻ പറ്റുക, ഇത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ വീണ്ടും കാണും. ഒരു വട്ടം മാത്രം ക്ലാസ് കണ്ടിട്ട് എന്താ ലൈവിലുണ്ട്, ഓക്കെ ദെൻ ഇനി ഞാൻ ക്ലാസ് കാണണ്ട എന്ന് കരുതരുത്. അങ്ങനെ കരുതരുത്. അങ്ങനെ കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. ഒരു ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ DN-ന്റെ സെന്ററിന്റെ കാര്യം, ആ സെന്ററിന്റെ കാര്യം നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓടാകുമ്പോഴും ഈവൺ ആകുമ്പോഴും എന്താണ് മരം, നേരെ മറിച്ച് ഓടാകുമ്പോ എന്തുകൊണ്ട് ഈവൺ ആകും. അതുകൊണ്ടാണ് നമ്മൾ ഈവൺ ആവുന്ന കേസിൽ മറ്റേ വരുന്നതിന്റെ പ്രൂഫ് അടക്കം പറഞ്ഞത്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇൻവൈറ്റ് വരുന്ന കേസിൽ പറഞ്ഞത്. അത് കറക്റ്റ് ആയിട്ട് അറിയുന്ന ഒരാൾക്ക് എന്ത് വരില്ല, ഡൗട്ട് വരില്ല. എന്തുകൊണ്ട് ഈവൺ ആവുമ്പോൾ അവിടെ 2 എലമെന്റ് വരുന്നുണ്ട്, എന്തുകൊണ്ട് വേറൊരു എലമെന്റ് വരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഓക്കെ സർ, ഒന്നും കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നാളെ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. ചിലപ്പോൾ റഹീം സാർ എടുക്കുന്നുണ്ടാവും, മിക്കവാറും റഹീം സാർ എടുക്കുന്നുണ്ടാവും. ഓക്കെ. ഓക്കെ ദെൻ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ആകെ 9 ആൾക്കാരുള്ളൂ. ഒന്ന് ഞാനാണ്, 8 ആൾക്കാരുള്ളൂ. ഓക്കെ.